ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ കൂറിൽ നിന്നും ഇറ്റലിയുടെ ടിറാനോയിലേക്ക് പനോരമിക് ട്രെയിനായ ബേർണിന എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൂർ മുതൽ ആൾസ്ക്രൂ വരെയുള്ള പ്രദേശമാണ്. നമ്മൾ ഇവിടെ സ്റ്റേഷനാണ്, കൂർ സ്റ്റേഷനിലാണ് വണ്ടി പുറപ്പെടാറായി കിടക്കുന്നു. ഇതാണ് നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേനും വെളിയിൽ കാണുന്ന കാഴ്ചകളാണ്. വണ്ടിയുടെ ജാലകങ്ങൾ ഇതുപോലെയാണ്. രണ്ട് സൈഡിൽ ഇതുപോലെ മുകൾ മാത്രമേ ഉള്ളൂ, സീത്രൂ അല്ലാതെ ഉള്ളൂ. ബാക്കി രണ്ട് സൈഡ് ഇതുപോലെ ജനലുകളായതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കാഴ്ചകൾ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും ഇടയ്ക്ക് ടണലുകളുണ്ട്. ടണലിൽ വരുമ്പോൾ നമുക്ക് സൈഡൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. വണ്ടിക്കകത്തെ പ്രകാശമേ ഉള്ളൂ. നമ്മൾ ഇതാണ് നമ്മുടെ ആ ഒരു വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോൾ ഉള്ള മഞ്ഞുള്ള പ്രദേശത്തോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മളിതാണ് ഈ പോകുന്ന യാത്രയുടെ റൂട്ട്. നമ്മൾ കൂർ തുടങ്ങി കണ്ടിന്യൂസ് ലൈനുള്ള ചുവന്ന ലൈനുള്ള ടിറാനോ വരെയും. ഇറ്റലിയുടെ സ്വിറ്റ്സർലൻഡിനോട് ചേർന്നുള്ള പട്ടണമാണ് ടിറാനോ. അത്രയും ഭാഗത്ത് നമ്മൾ ട്രെയിനിൽ പോകുന്നു. പിന്നെ ആ ടിറാനോയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൽ ലുഗാനോ വരെ ഡോട്ടർ ലൈനുള്ള പ്രദേശത്തൂടെ നമ്മൾ ബേർണിന ബസ്സിൽ യാത്ര ചെയ്യുന്നു. നമ്മൾ ബേർണിന എക്സ്പ്രസ് നമുക്ക് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ആണുള്ളത്. ഫസ്റ്റ് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് സീറ്റ് വീതം മുഖാമുഖമായും മറ്റേ സൈഡിൽ ഓരോ സീറ്റും മുഖാമുഖമായുമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ ഈ രണ്ട് സീറ്റ് മുഖാമുഖമായിട്ട് രണ്ട് സൈഡിലും ഇത് നമ്മുടെ അവരുടെ ഫുഡ് കൊണ്ടുതരുന്ന ആളാണ്. നമ്മൾ ഇവിടെ അവിടുത്തെ ടൈം ഇങ്ങനെയാണ്. കൂറിൽ നിന്ന് രാവിലെ 8:29 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:49 ട്രെയിൻ ടിറാനോയിലെത്തും. പിന്നെ അവിടുന്ന് തിരിച്ചുണ്ട്. ടിറാനോയിൽ നിന്ന് ഉച്ചയ്ക്ക് 1:34 പുറപ്പെട്ട് 5:59 കൂറിലെത്തും. അതാണ് ഈ ഒരു വണ്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടൈമിങ്. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ടിറാനോയിൽ നിന്നാണ് നമുക്ക് ലുഗാനയിലേക്കുള്ള ബേർണിന ബസ് കിട്ടുന്നത്. നമ്മളവിടുന്ന് യാത്ര പുറപ്പെട്ടു. സൈഡിലുള്ള ചെറു പട്ടണങ്ങളും എല്ലാമാണ് കാണുന്നത്. ഇവിടെ എല്ലാം നല്ല പൂക്കളുണ്ട്, മരങ്ങളിൽ പൂത്തിട്ടുണ്ട്, നല്ല പച്ചപ്പുണ്ട്. ഗോതമ്പ് പാടങ്ങളും എല്ലാം ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണുന്നത്. നമ്മുടെ റെയിൽവേ ട്രാക്കിന് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാണ് ഇവിടെ ബസ്സിൻ്റെ വഴി പോകുന്നത്. മിക്ക സ്ഥലങ്ങളിലും ഇതിനോട് ചേർന്നാണ് വഴിയും കാണുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, കുറേ കൂടെ മാറി വഴി പോകുന്നുണ്ട്. അതിൻ്റെ അങ്ങേ സൈഡിലാണ് കുറേ പട്ടണങ്ങളിൽ വീടുകളൊക്കെ അടുത്തടുത്തായിട്ടുള്ള കാണുന്നുണ്ട്. ഇതിനിടയിൽ ആ വഴിയും ഇതിനിടയിൽ കുറേ ഇങ്ങനെ ഗോതമ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനോട് ചേർന്നുകൊണ്ട് വീടുകളെല്ലാം ഈ ഭാഗത്ത് വീടുകളുണ്ട്. വീണ്ടും ഗോതമ്പ് പാടങ്ങൾ, മരങ്ങൾ പൂത്തെളിഞ്ഞ് നിൽക്കുന്നു. ചില മരങ്ങളൊക്കെ പൂത്ത് തിളക്കാനൊക്കെ വരുന്നേ ഉള്ളൂ. എന്താണേലും ഗോതമ്പ് വെച്ച് നല്ല പച്ച പരവാനി വലിച്ച പോലെയാണ് ഗോതമ്പാടങ്ങളൊക്കെ കാണുന്നത്. എന്തോ ഒരു വ്യവസായ ശാലയാണെന്ന് തോന്നുന്നു. അതിന് കെട്ടിടങ്ങളും സാധനങ്ങളും എല്ലാം നിർത്തി വച്ചിരിക്കുന്നു. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വാഗണുകളൊക്കെ കിടപ്പുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വന്നതാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഒരു ഫാക്ടറിയുടെ ലുക്കാണ് കാണുന്നത്. ഞങ്ങൾ രാവിലെ 8:30 കഴിഞ്ഞപ്പോഴാണ് കൂറിൽ നിന്ന് പുറപ്പെട്ടത്. മരം മുറിച്ച് ഇങ്ങനെ ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുപോകുന്നു. നമ്മൾ പോകുന്നതിൻ്റെ അപ്പുറത്തെ ഒരു ട്രാക്കിൽ ഗുഡ്സ് ട്രെയിനിൽ മരങ്ങൾ ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്.
ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ നല്ല പച്ചപ്പുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ വഴിയും ഇതിവിടെ പാറലായിട്ട് ചേർന്നാണ് പോകുന്നത്. ട്രെയിനിൻ്റെ മുൻഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളഞ്ഞാണ് ഈ ഭാഗത്തോട്ട് ട്രെയിൻ പോകുന്നത്. ഇവിടെ താഴെ ഒരു തോട് കാണുന്നുണ്ട്. നമ്മുടെ ഈ പിന്നെ റോഡിനെയും റെയിൽ ട്രാക്കിൻ്റെയും കൂടെ അടിവഴിയാണ് ഇത് പോകുന്നത്, തോട് പോകുന്നത്. നല്ല പച്ച പിടിച്ച പാടശേഖരങ്ങൾ. ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് മഞ്ഞ് പെയ്യാൻ തുടങ്ങി. ഈ പച്ച പിടിച്ച ഭാഗത്തെല്ലാം മഞ്ഞ് പെയ്ത് അതിൻ്റെ മുകളിലെല്ലാം വെള്ള കളറിലായി തുടങ്ങി. മഞ്ഞ് പെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങൾക്ക് പച്ചപ്പാണ്. പക്ഷേ ഈ മഞ്ഞ് പെയ്ത് കഴിയുമ്പോൾ അതെല്ലാം മൊത്തം വെള്ള കളറിൽ നമ്മൾ വീടുകളും ഇതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ എല്ലാം വീടുകളും ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഇങ്ങനെ ഈ പച്ചപ്പുള്ള പുല്ലുകളിലും എല്ലാം വീടിൻ്റെ മുകളിലും എല്ലാം ഇങ്ങനെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ കൂറെന്ന് പറയുമ്പോഴത്തേനും ഓൾമോസ്റ്റ് 600 മീറ്ററേ ഉള്ളൂ സമുദ്രനിരപ്പിൽ നിന്ന് പൊക്കം. നമ്മളിനി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് 2200 പിന്നെ മീറ്റർ പൊക്കമുള്ള സ്ഥലങ്ങൾ വഴിയാണ്. 1900 സെൻറ്റ് മോറിസ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് സെൻറ്റ് മോറിസ് കഴിഞ്ഞിട്ടുള്ള ആൽബ്ഗ്രൂ എന്നുള്ള സ്റ്റേഷനാണ്. ആ ആൽബ്ഗ്രൂ സ്റ്റേഷൻ വരെയുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ആൽബ്ഗ്രൂ സ്റ്റേഷൻ്റെ ആ ഭാഗം തന്നെ 2000 മീറ്ററോളം അധികം പൊക്കമുണ്ട്. പിന്നെ അവിടെ തന്നെ മലയുടെ മുകളിൽ 2300 വരെയും മീറ്റർ പൊക്കമുള്ള മലകളാണ് അവിടെ ഉള്ളത്. നമ്മളവിടെ ഇറങ്ങുന്നില്ല. നമ്മുടെ പർപ്പസ് ടിറാനോയിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ ബേണിനോ ബസ്സിൽ ലുഗാനോ എന്ന് പറഞ്ഞ സ്വിറ്റ്സർലൻഡിൻ്റെ പട്ടണത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ ഇറങ്ങുവാണെങ്കിൽ അവിടുത്തെ മലകളിൽ പോകാനൊക്കെയുള്ള അവിടെയുള്ള കേബിൾ കാറുകളും അങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ മഞ്ഞ് പെയ്ത് കിടപ്പുണ്ട്. കുറേശ്ശേ പെയ്തിട്ടുള്ളൂ, പെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ അധികം ആൾക്കാരില്ലായിരുന്നു. ഫുൾ റിസർവ്ഡ് അല്ല. ഞങ്ങളുടെ ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ടാണ് കുറേ സീറ്റുകളൊക്കെ വേക്കൻ്റ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്ന് നമ്മുടെ സീറ്റിലല്ലാതെയും അപ്പുറത്തെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റിലൊക്കെ ഇരുന്ന് എടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും എവിടെയാണോ മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ആ സൈഡിലേക്ക് മാറിയിരുന്നൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് വീടുകളിലെല്ലാം മുകളിൽ മഞ്ഞ് വീണിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മരങ്ങളിലും എല്ലാം മഞ്ഞുവീഴ്ച ഉണ്ട്. മരങ്ങളൊക്കെ ഉണ്ടായാലും ഇങ്ങനെ പൂത്ത് വൈറ്റ് കളറിലുള്ള പൂക്കളിൽ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അവിടെ പാർക്ക് ചെയ്യുന്ന കാറിന് മുകളിലെല്ലാം നന്നായിട്ട് മഞ്ഞ് വീണിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും കൂടുതൽ മഞ്ഞ് വീഴ്ച കൂടുതലായിട്ടുണ്ട്. കുറച്ചുകൂടെ കട്ടിയിൽ മഞ്ഞ് വീണിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. മരങ്ങളിലാണേലും നന്നായിട്ട് കനത്തിൽ മഞ്ഞുണ്ട്. റോഡിലാണെങ്കിൽ പോലും നമ്മൾ ആ കാറിൻ്റെ വണ്ടിയുടെ ടയർ പോകുന്ന ഭാഗം മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. ബാക്കി നടുക്ക് ഭാഗത്തൊക്കെ ആണെങ്കിലും മഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വീടുകൾ ഏതാ സ്ഥലം ഏതാ നമുക്കൊന്നും അറിയാൻ മേലാത്ത പോലെ മഞ്ഞിങ്ങനെ പുതഞ്ഞു കിടക്കുവാണ് എല്ലായിടത്തും. ആകെപ്പാടെ ആ വഴിയുടെ ഭാഗം മാത്രമേ ഉള്ളൂ ഒരു ബ്ലാക്ക് ലൈൻസായിട്ട് നമുക്ക് കാണുന്നുള്ളൂ. വണ്ടിയുടെ ടയർ ഭാഗം മാത്രമേ നമുക്ക് വഴിയിൽ ബ്ലാക്ക് കളറുള്ളൂ. ബാക്കിയെല്ലാം മഞ്ഞ് വീണി ഇങ്ങനെ പുതഞ്ഞു കിടക്കുവാണ്. നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റും. ഇത് ഒരു വളഞ്ഞ
ഒരു റൂട്ടിൽ വളഞ്ഞാണ് പോകുന്ന ട്രെയിന്. നമ്മളേറ്റവും ലാസ്റ്റത്തെ ബോഗിയിലാണ്. ഇടയ്ക്കിടെ ടണലുകളും പാലങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇതൊരു പാലത്തിലൂടെയാണ് വണ്ടി ഒരു ടണലിലേക്ക് കയറുന്നത്. ഇവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം മഞ്ഞിങ്ങനെ പെയ്ത് വെള്ള കളറും നിലം മുഴുവൻ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണ്. മരങ്ങളെല്ലാം മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ഈ രണ്ട് സൈഡിലും മഞ്ഞ് വീണ പ്രദേശത്തോടെ നമ്മുടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കുറവാണ്, ലാസ്റ്റ് ബോഗിയിൽ ആൾക്കാർ കുറവാണ്. ഈ ബർണിന എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ വളരെ അതിമനോഹരമാണ്. അതിൻ്റെ ആ ജാലകങ്ങളൊക്കെ അങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ജാലകങ്ങളൊക്കെ മുകളിലേക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്തിരുന്നാൽ രണ്ട് സൈഡ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ കാഴ്ച വളരെ മനോഹരമാക്കുന്നൊരു ട്രെയിനാണ് ഈ ബർണിന എക്സ്പ്രസ്. ഇന്നലത്തെ ഞങ്ങളുടെ യാത്ര ഗ്ലേഷ്യർ എക്സ്പ്രസ് ആയിരുന്നു, 8 മണിക്കൂർ. അതിൻ്റെ ജാലകങ്ങളെ കഴിഞ്ഞ് നല്ല കാഴ്ച കാണാൻ പറ്റിയത് ഇതിൻ്റെ ജാലകങ്ങളാണ്. ഏറ്റവും മുകളിൽ കേർവ്ഡ് ആയിട്ടുള്ള ആ ഏരിയയിലൊന്നും നമുക്ക് വേറെ ക്രോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അതുവഴി നമുക്ക് ആ ചില്ല് വഴി മൊത്തം നമുക്ക് കാഴ്ചകൾ വളരെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ബൈക്കിൽ ഇരുന്നിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ രണ്ട് സൈഡ് വഴിയുള്ള ജാലകങ്ങൾ വഴി എല്ലാം നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാം. നമുക്ക് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അതിൽ ഇരിക്കുന്ന സൈഡിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു സൈഡിലെ കൂടുതലെടുക്കാനാണ് നമുക്ക് പറ്റുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് ഒരുമാതിരി നമുക്ക് വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. മൊത്തം കട്ടിയിൽ നല്ല കട്ടിയിൽ മഞ്ഞ് വീണിട്ടുണ്ട്. മരങ്ങളെല്ലാം ഇങ്ങനെ മഞ്ഞ് കുളിച്ച് നിൽക്കുന്നു. ഞങ്ങൾ ഏപ്രിൽ 14 ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഈ സീസണിൽ വന്നാൽ പോലും ഇതുപോലെ മഞ്ഞ് വീഴ്ച കാണണമെന്നില്ല. ഞങ്ങളേതായാലും ഞങ്ങൾക്ക് വളരെ ഒരു ഭാഗ്യമുണ്ട്. നമുക്ക് മഞ്ഞ് വീഴുന്ന സ്ഥലവും കാണാൻ പറ്റുന്നുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ പർവ്വതങ്ങളുടെ മുകളിൽ പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ ഏതായാലും നമുക്ക് മഞ്ഞ് കാണാം. പക്ഷെ അതല്ല, ഇതുപോലെയുള്ള ട്രെയിൻ ജേർണിയിൽ രണ്ട് സ്ഥലവും ഇങ്ങനെ മഞ്ഞ് കുളിച്ച് കിടക്കുന്ന മരങ്ങളും സമതലങ്ങളും പർവ്വതങ്ങളും എല്ലാം ഇങ്ങനെ മൊത്തം മഞ്ഞ് കുളിച്ച് കിടക്കുന്ന കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. യാത്രയിൽ ആദ്യ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച ഇല്ലായിരുന്നു. അവിടെയൊക്കെ നല്ല പച്ചപ്പുൽമേടുകളും എല്ലാമാണ്. അവിടുത്തെ കാഴ്ച നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് കയറും തോറും, പൊക്ക പ്രദേശങ്ങളിൽ കയറും തോറും ഭയങ്കരമായിട്ടിങ്ങനെ മഞ്ഞ് കുളിച്ച് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആൽപ്സ് ഗ്രൂവ് എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്, ആ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് 10 മിനിറ്റ് വെളിയിലിറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അവിടെ നമുക്ക് വെളിയിൽ ഇതുപോലെ മഞ്ഞ് കുളിച്ച് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ മഞ്ഞ് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഈ ഭാഗത്താണ് 1-2 പേരെ കാണുന്നത്. അത് ഇവിടുത്തെ ട്രെയിനിൻ്റെ എനിക്കൊന്ന് ഇതെല്ലാം ഈ മഞ്ഞൊക്കെ കോരികളയാനൊക്കെ ഉള്ളതിൻ്റെ മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരാളുണ്ട്. അവിടെ ഈ 2-3 പേര് ഇപ്പോഴും ആദ്യമാണ് നമ്മൾ ഈ ട്രെയിനിൽ പോയിട്ട് ആൾക്കാരെ കാണുന്നത്. ഇതുപോലെയുള്ള മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലത്ത് ആരും അങ്ങനെ വെളിയിൽ ഇറങ്ങാറില്ലെന്ന് തോന്നുന്നു. നമ്മളൊരു തുരങ്കം വഴിയാണ് പോകുന്നത്. ഒന്നും കാണാനില്ല. ട്രെയിനിൻ്റെ നമ്മൾ വെളിയിലേക്ക് നോക്കിയാൽ അന്ധകാരമാണ്, ഇരുട്ടാണ്. ട്രെയിനകത്തെ ആ ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രം നമുക്ക് ഈ ചില്ല് വഴി കാണുന്നേ ഉള്ളൂ. നമ്മൾ അതേസമയം ക്യാമറ അകത്തേക്ക് തിരിച്ചാൽ ഇതാണ് അകത്തെ ലൈറ്റിങ്ങും സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളൊരു നല്ല സമയം തിരക്കുള്ള ഒരു ടണൽ വഴിയാണ് പോകണേ. അപ്പോൾ ഞാൻ ഓർത്തുന്ന നമ്മൾ ടണൽ വഴി പോകുന്നതിൻ്റെ ഒരു കുറച്ച് വീഡിയോയും കൂടെ ഇട്ടേക്കാം ഇതിനകത്ത് എന്നോർത്ത്. അപ്പോൾ അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ
നമുക്ക് ഞാനിപ്പോൾ ഈ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമുക്ക് സാധനങ്ങളൊക്കെ ഒരു ബോഗിയുടെ നമ്മൾ കയറുന്ന ഭാഗത്ത് സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗ്സൊക്കെ വയ്ക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പം നമ്മളിവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, ബാഗൊന്നും ആരും എടുത്തുകൊണ്ട് പോകുന്നില്ലെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മളിവിടെ വെച്ചിട്ട് കുറേ മുമ്പേ വല്ലതും ആണെങ്കിൽ ഇതിനോട് അടുത്തൊന്നും അല്ലെങ്കിൽ വല്ല സ്റ്റേഷനിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത് പിന്നെ അധികം സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. മറ്റേ അല്ലാതെ ഒരു പാസഞ്ചർ ട്രെയിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ദൂരെ മാറിയിരിക്കുമ്പോഴത്തേനും നമുക്കതൊരു റിസ്ക്കാണ്. നമ്മുടെ അവിടുത്തെ പോലെ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിലേക്ക് കയറ്റിയൊന്നും നമുക്ക് നമ്മുടെ ബാഗുകളൊന്നും വെക്കാനുള്ള സ്ഥലമില്ല. മുകളിൽ പിന്നെ ഇതില്ല, നമ്മൾ മുകളിൽ പിന്നെ ഈ കിടക്കാനുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ട്രെയിനുകളിൽ അങ്ങനെ വയ്ക്കാം. ഇങ്ങനെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട്, ഡേ ട്രെയിനുകളിൽ അങ്ങനൊന്നും അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ വയ്ക്കാൻ മേല. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഭാഗത്തെ ട്രെയിനിൻ്റെ അവിടെ വേണം നമ്മൾ ബാഗുകളൊക്കെ വെക്കാൻ വേണ്ടി. അവിടെ നിന്ന് ഒത്തിരി മാറിയിരുന്നാൽ നമ്മൾ തിരിച്ച് ഇറങ്ങി വരാൻ നേരത്ത് അത് കാണണമെന്നില്ല. ഈ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഒത്തിരി ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെ എടുക്കുന്നതെന്നൊന്നും അറിയാനൊക്കത്തില്ല, പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല, അതാണുള്ളൊരു പ്രശ്നം. ഇവിടെ എല്ലാം നല്ലതായിട്ട് മഞ്ഞ് വീണി ഇങ്ങനെ പാലം, തോട്, ഇതൊരു തോടാണ് കാണുന്നത്. അവിടെ എല്ലാം അതിൻ്റെ നടുക്ക് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ മഞ്ഞ് ഐസായിട്ടിരിക്കുന്നു. ഇനി ഇത് ഉരുകി കഴിയുമ്പോഴത്തേനും ഈ തോട് വഴിയാണ് വെള്ളം ഒഴുകി താഴോട്ട് പോണത്. തോടിൻ്റെ നടുക്കത്തെ ജലം കട്ട പിടിച്ചിട്ടില്ല, ബാക്കി എല്ലായിടും സൈഡിലെല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുവാണ്. ഒരു വീട് അവിടെ ആ ഒരു മലഞ്ചേരിയിലുണ്ട്. ഇവിടെ എല്ലാം വീടുകളുണ്ട്, കാണുന്നതൊക്കെ വീടുകളാണ്. പക്ഷെ നമ്മളിങ്ങനെ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ എല്ലാം വീടുകളാണ്, കാണുന്ന ഒരു ചെറിയ ടൗൺഷിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ ഈ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകതയാണ് സൈഡിലെല്ലാം ഇങ്ങനെ മലകളും നടുക്ക് സമതലവും അതിൻ്റെ മധ്യത്തിലൂടെ ഒരു റെയിൽവേ ട്രാക്കും റോഡും രണ്ട് സൈഡിലേക്കുള്ള വീടുകളിലേക്കുള്ള വഴികളും അതുപോലെ തന്നെ വെള്ളം ഒഴുകാനുള്ളൊരു തോടോ അല്ലെങ്കിൽ ഒരു ആറോ ഒക്കെ ആയിട്ട് ഇങ്ങനെ, അതാണ് ഇവിടുത്തെ ഒരു ഭൂപ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ വയലുകൾ കൂടുതലുണ്ട്. അപ്പം അങ്ങനെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന വയലുകൾ പോലെയുള്ള സ്ഥലങ്ങൾ നമ്മളവിടെ കണ്ടില്ല. എല്ലാം ഈ ആകപ്പാടെ നടുക്കുള്ള ഒരു തോട് കാണും. അപ്പോൾ ഈ പറമ്പിൽ നമ്മുടെ ഈ പിന്നെ കരഭൂമിയിൽ നിന്ന് അവിടെയാണ് ഗോതമ്പ് വിതയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടുന്ന് ഈ വെള്ളം ഈ തോട് വഴിയാണ് പോകുന്നത്. അല്ലാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളായിട്ട് നമ്മുടെ ഇവിടുത്തെ വയലുകൾ പോലെയുള്ളത്, നെല്ല് വിതയ്ക്കുന്ന സ്ഥലങ്ങൾ പോലെയുള്ളതൊന്നും കണ്ടില്ല. നമ്മൾ ഈ യാത്ര ചെയ്ത ഭാഗത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇവിടെ എല്ലാം നമ്മൾ ഗോതമ്പ് പാടങ്ങളും എല്ലാം ഇങ്ങനെ മഞ്ഞിൽ മുങ്ങിക്കിടക്കുവാണ്. മരങ്ങൾക്കൊന്നും പച്ച കളറേ ഇല്ല, എല്ലാം ഉണങ്ങി നിൽക്കുന്ന പോലെയാണ് നമ്മൾ തോന്നുന്നത്. ഇവിടുത്തെ തണുപ്പ് കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്ത് മരച്ച് നിൽക്കുവാന്ന് തോന്നുന്നു. മലകളുടെയൊക്കെ മുകളിൽ ഐസുണ്ട്, പിന്നെ അതിൻ്റെ ചെരുവുകളിൽ നിറയെ ഇങ്ങനെ ഐസ് വീണ് കിടക്കുന്നു. സമതലങ്ങളിൽ മൊത്തം ഐസ്. പാടെ ഈ ഒരു വെള്ളം ഒഴുകുന്ന ആ തോടിൻ്റെ നടുക്ക് ഭാഗത്തൂടെ ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ നമുക്ക് ഐസില്ലാതെ, ആ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എല്ലായിടും ഐസ് വീണ് കിടക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള ട്രാക്കിനാണേലും ട്രാക്കിൻ്റെ പാളത്തിൽ മാത്രമേ ഐസില്ലാതെ ഉള്ളൂ, ബാക്കി നടുക്കെല്ലാം ഐസാണ്. അടുത്തൊരു ചെറിയ പട്ടണം കാണുന്നുണ്ട്. ഇവിടെ 3-4 നിലയുള്ള കെട്ടിടങ്ങളുണ്ട്. ഇവിടെ റോഡൊക്കെ ക്ലിയർ ഉണ്ട്.
അല്ലാതുള്ളത് അവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം നിറയെ ഇങ്ങനെ ഐസ് വീണ് കിടക്കുന്നു. വീടാണോ ഓഫീസാണോ എന്ന് അറിയത്തില്ല. അതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളെല്ലാം നിറയെ ഇങ്ങനെ മഞ്ഞ് വീണ് വളരെ കട്ടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. കുറേ ഇതുണ്ട്, ട്രാക്സ് ഉണ്ട്. ഒരു ട്രെയിൻ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇത് സാധാരണയുള്ള ഇവിടുത്തെ ട്രെയിനാണ്. ഇവിടെ കിടക്കുന്ന ആ ട്രെയിനിൻ്റെ ബോഗികളിലേക്ക് മുകളിൽ നിറയും മഞ്ഞിങ്ങനെ കട്ടപിടിച്ച് കിടക്കുവാണ്. അകലെ കാണുന്ന ആ പർവ്വതത്തിൽ നിന്നും ഈ മഞ്ഞൊഴുകി ഇറങ്ങുന്ന പോലെ, ഒരു വെള്ളം ഒഴുകി ഇറങ്ങുന്ന പോലെ മഞ്ഞ് ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ ഒരു കാണുന്ന, എനിക്കൊന്ന് അത് അത്രയും കാണുന്ന ഭാഗം മരമില്ലാത്ത പ്ലെയിനായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടകളിൽ ആ ബ്ലാക്ക് കാണുന്ന മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഈ കിടക്കുന്ന സാധനങ്ങളുടെ എല്ലാം മുകളിലെല്ലാം നിറയെ ഐസ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ സാധനങ്ങൾ ഗുഡ്സ് ട്രെയിനിൻ്റെ വാഗൺസാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. എല്ലായിടത്തും നിറയെ മഞ്ഞ് വീണ് കിടക്കുവാണ്. അവിടെ ആ ഒരു ലൈൻസ് മാത്രം, വേലി മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇടയ്ക്കെല്ലാം അവിടെ ഇവിടെയൊക്കെ ഓരോ ഇതുപോലത്തെ ചെറിയ തൂണുകൾ കാണാം. അതിൻ്റെ നടുക്കൊരു ചെറിയ വീടും കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറം നിറയെ മരങ്ങളാണ്. അതൊരു വലിയ തോടൊഴുകുന്നതാണ്. അതിൻ്റെ സൈഡ് വഴിയാണ് നമ്മൾ ഈ മരങ്ങളൊക്കെ കണ്ടത്. നമ്മൾ തോടിവിടെ നമ്മുടെ റെയിൽവേ ട്രാക്കിനെ ക്രോസ് ചെയ്താണ് പോയത്. ഈ മഞ്ഞെല്ലാം അതുവഴി ഉരുകി ആ തോട് വഴിയാണ് ഒഴുകി പോകേണ്ടത്. ഇവിടെ എല്ലാം നല്ല കട്ടിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. മരങ്ങളും എല്ലാം നിറഞ്ഞ് മഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് ട്രെയിനിൻ്റെ മുൻഭാഗം അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം പാരലായിട്ട് റോഡുണ്ട്, കാറുകളൊക്കെ പോകുന്നുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്. മഞ്ഞ് പെയ്യുന്നത് നിന്നും തോന്നുന്നു. മൊത്തം മഞ്ഞിൽ പൊതഞ്ഞു കിടക്കുകയാണ്. ഇങ്ങോട്ട് വന്ന് വരുംതോറും ഈ തോടിന് വീതി കൂടിയാണ് വരുന്നത്. ഇവിടെ ഒരു പാലമുണ്ട്. റോഡ് നമ്മൾ ക്രോസ് ചെയ്യുന്ന ലക്ഷണം കാണുന്നത്. റോഡ്
തോട് ക്രോസ് ചെയ്ത് റോഡ് ഇപ്പോഴും നമ്മുടെ സമാന്തരമായി നമ്മുടെ പാരലായിട്ടാണ് വീണ്ടും പോകുന്നത്. അതൊരു ആ തോടിൻ്റെ അപ്പുറം ഒരു ടൗൺഷിപ്പാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ നിരവധി വീടുകൾ കാണുന്നുണ്ട്. മലയുടെ താഴ്വാരങ്ങളിൽ നിറയെ വീടുകളാണ്. ഇവിടെ ഒരുമാതിരി നന്നായിട്ട് വണ്ടി മൂവ്മെൻ്റ് ഉണ്ട്. റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടികൾ പോകുന്നുണ്ട്. മലയുടെ താഴ്വാരങ്ങളിൽ നിറയെ വീടുകളാണ്. കിടക്കുന്ന വാഗൻ്റെ സൈഡ് വഴിയും എല്ലാം എവിടെ ഒരു നിരപ്പ് പ്രതലമുണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇവിടെ എല്ലാം സിഗ്നലിൻ്റെ ചെറിയ തൂണ വരെ നിറയെ മഞ്ഞാണ്. അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം നിറയെ വീടുകളുണ്ട്. സാമാന്യ വലിയ ബിൽഡിങ്ങുകളും 5-6 നിലയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രെയിനുകളൊക്കെ കാണാം. ഇടയ്ക്കൊക്കെ സ്റ്റേഷനിൽ ചെറിയൊരു ക്രോസിങ്ങിനെ പോലത്തെ, ക്രോസിംഗ് അല്ല, ചെറിയൊരു 1 മിനിറ്റൊക്കെ ഉള്ള പിന്നെ ഒരു സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ TTR നമ്മളെ വിസിലടിച്ച് അകത്ത് കയറ്റും. നമുക്ക് സ്റ്റോപ്പുള്ളിടത്ത് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വണ്ടി പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ വെളിയിലാണെങ്കിൽ നമ്മളവിടെ അകപ്പെട്ടു പോകും. ഇവിടുത്തെ ഒരു കണ്ടീഷനിൽ നമുക്കൊരു ഓപ്പൺ സ്പേസിൽ നമുക്ക് നിൽക്കാമല്ല, നിന്നാൽ തണുത്ത് വിറച്ച് വിറങ്ങലിച്ച് പോകും. അതുപോലെയുള്ള തണുപ്പാണ്. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ്, ആരും ഇറങ്ങത്തില്ല. ഇറങ്ങിയാൽ തന്നെ കാണാമെന്ന് വെച്ച് ഒന്ന് നോക്കാമെന്ന് വെച്ച് ഇറങ്ങിയാൽ തന്നെ അന്നേരം അവർ വിസിലടിച്ച് അവർ നമ്മളെ അകത്ത് കയറ്റും. നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്കിനി ഉള്ളത് ആൽബുരു എന്നുള്ള സ്ഥലത്താണ്. അവിടെ വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. ആ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങി 10 മിനിറ്റ് നമുക്കവിടെ പിന്നെ ഇതുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് അവിടെ പോയി അവിടെ ഇറങ്ങി സൈഡിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം. 10 മിനിറ്റ് നമുക്ക് അവിടെ ഗ്യാപ്പുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ഐസ് അടിഞ്ഞ് കിടക്കുവാണ്. ഈ മഞ്ഞ് വീഴ്ചയിൽ നിറയും നല്ലതായിട്ട് ഡിപ്പോസിറ്റ് ഉണ്ട്. ഇങ്ങോട്ട് വരുംതോറുമാണ് കൂടുതലായിട്ടിങ്ങനെ ഐസ് മഞ്ഞ് പെയ്ത് ഇങ്ങനെ നല്ല കനത്തിൽ ഐസ് ഡിപ്പോസിറ്റ്സ് ഉണ്ട്. അകലെ നമ്മളൊരു മല കാണുന്നുണ്ട്. ആ തോടും നമ്മളതിനകത്ത് വെള്ളം കട്ടയായിട്ടില്ല. വരുന്ന വഴിയിൽ വണ്ടി എപ്പോഴും പോകുന്നതുകൊണ്ട് വഴി ക്ലിയറാണ്. മഞ്ഞ് എല്ലാം അലിഞ്ഞ് ടയർ കയറി അലിഞ്ഞെല്ലാം പോയി. ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പാളം മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഐസിക്കും കുളിച്ച് കിടക്കുവാണ്.
ഇവിടെ ഇങ്ങനെ പാളത്തിൻ്റെ സൈഡിൽ നിന്ന് ഐസ് മാറ്റുന്നുണ്ട് ജീവനക്കാർ. എന്തോ കനത്തിലാണ് പാളത്തിൻ്റെ അടുത്തൊക്കെ ഐസ് കിടക്കുന്നത് നമുക്ക് അവിടെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആൽഗ്രം സ്റ്റേഷനോട് അടുക്കുവാണ്. വലിയ കുന്നുകൾ കാണുന്നുണ്ട്. ഇവിടെ വളഞ്ഞു വളഞ്ഞാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ട്രെയിനിൻ്റെ മുൻഭാഗമാണ് കാണുന്നത്. റോഡിന് പാരലായി തന്നെ റെയിൽവേ ട്രാക്കും ഉണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ യാത്രയുടെ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ ആൽഗ്രം സ്റ്റേഷൻ വരെ ഉള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അടുത്ത വീഡിയോ നമ്മൾ ഈ ആൽഗ്രം സ്റ്റേഷൻ തൊട്ട് ഇറ്റലിയുടെ ടിറാനോ വരെയുള്ള ഏരിയയിലെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ട്രെയിനിൻ്റെ മുൻഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.